ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സഭയിൽ പ്രവർത്തിക്കുന്ന കീഴം സെൻറ് തോമസ് ധ്യാന മന്ദിരത്തോട് ചേർന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ എനിക്കും കിട്ടിയ വലിയ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ശ്രേഷ്ഠ ബാവയുടെ തൃക്കരങ്ങളാൽ സ്ഥാപിച്ച് ബാവയുടെ കാലശേഷം അപ്രയം തിരുമേനി ചുമതല വഹിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം സഭയ്ക്കും സമൂഹത്തിനും ഒരനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് രണ്ട് പക്ഷമില്ലാത്ത കാര്യമാണ്. ഇന്ന് ഈ സമയം അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ്. ആ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ഞാൻ ദൈവത്തിനായി ജീവിക്കും. നമ്മുടെ ഓരോ ജീവിതവും അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിതമെന്ന് അറിയാതിരിക്കുന്ന ജനങ്ങൾ ഇന്ന് നാശത്തിൻ്റെ പാതയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എയ്ഡ്സ് രോഗികൾക്കായി മദർ തെരേസ അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗത്തുള്ള മാൻഹട്ടനിൽ സ്ഥാപിച്ചിട്ടുള്ള സത്രമാണ് സ്നേഹസമ്മാനം അഥവാ ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന പ്രസ്ഥാനം. അതിലെ പ്രവേശന കവാടത്തിന് അഭിമുഖമായി നിൽക്കുന്ന ചുവരിൽ ഭിത്തിയിൽ ദൈവവചനത്തെ ഉൾക്കൊണ്ട് ബൈബിളിൽ നിന്ന് മദർ തെരേസയ്ക്ക് കിട്ടിയ ജീവിതത്തെക്കുറിച്ചുള്ള അഭിപ്രായം അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൽ 1-2 കാര്യം മാത്രം ഞാൻ ഉദ്ധരിച്ച് വേദപുസ്തകത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ജീവിതം വളരെ ഹ്രസ്വമാണ്, എന്നാൽ ദീർഘവീക്ഷണത്തോടെ ആയിരിക്കണം ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസംഗത്തിന് ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്: ഹ്രസ്വമായ ജീവിതത്തിലെ ദീർഘവീക്ഷണങ്ങളെന്നാണ്. ഹ്രസ്വമായ ജീവിതം, പക്ഷേ ദീർഘവീക്ഷണത്തോടു കൂടെ ആയിരിക്കണം ജീവിതമെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വീക്ഷണത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. അവിടെ എങ്ങനെയാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ മദർ തെരേസ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നത്? ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം ആരംഭിച്ചതല്ല, ജീവിതം ദൈവം തന്നതാണ്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ജീവിതം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. അതുകൊണ്ട് ഇപ്രകാരം വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ജീവിതം എന്ന് പറയുന്നത് ഒരവസരമാണ്. ദൈവം തന്ന വലിയൊരവസരമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ദൈവം തന്ന ഈ അവസരം നാം ഒരിക്കലും പാഴാക്കിക്കൂടാ. ഏതെല്ലാം കാര്യത്തിലാണ് ഈ അവസരങ്ങൾ ഞാനും നിങ്ങൾ വിനിയോഗിക്കേണ്ടതെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവം സ്നേഹം തന്നെ. അങ്ങനെയെങ്കിൽ സ്നേഹിക്കാനും സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള അവസരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം. സ്നേഹിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള അവസരമാണ് ഇത്. ലോകത്തിലേക്ക് ഞാനും നിങ്ങളും കണ്ണോടിക്കുമ്പോൾ എവിടെയും അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, വാർത്താ മാധ്യമങ്ങളിലേക്ക് ഞാൻ നിങ്ങളും ഇറങ്ങിച്ചെല്ലുമ്പോൾ, പത്രമാധ്യമങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ, അവിടെയെല്ലാം പ്രശ്നങ്ങൾ നിറഞ്ഞ സംഭവങ്ങളുടെ വലിയൊരു നിര തന്നെ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
ഇതെന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ചോദിച്ചാൽ, സ്നേഹമാകുന്ന ദൈവം തന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് ഞാനും നിങ്ങളും പകരപ്പെടുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കേണ്ട ഒന്ന്, സ്നേഹം പങ്കുവയ്ക്കുവാനും സ്നേഹിക്കുവാനുള്ള അവസരമായി നാം ജീവിതത്തെ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ ജീവിതം അനുഗ്രഹപൂർണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ അവസരം നന്മ ചെയ്യുവാനുള്ള അവസരമാണ് ജീവിതം. എന്നാൽ സമൂഹത്തിൽ ഞാൻ നിങ്ങളും കാണുന്നത് എവിടെയും തിന്മ പ്രവർത്തിക്കുന്ന സമൂഹത്തെയാണ്. തിന്മ പ്രവർത്തിച്ചുകൊണ്ട് തിന്മയിൽ ജീവിക്കുന്ന ജനതയെ എവിടെയും നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകം ഞാൻ നിങ്ങൾ പരിശോധിക്കുമ്പോൾ കയീന് നന്മ ചെയ്യാൻ കിട്ടിയ അവസരം അവൻ പാഴാക്കിയവനാണ്. എന്നാൽ നന്മ ചെയ്യാൻ കിട്ടിയ അവസരം തക്ക സമയത്ത് വേണ്ട വിധത്തിൽ കൃത്യമായി നിറവേറ്റപ്പെട്ട വ്യക്തിയാണ് ശമരിയക്കാരനെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് തിന്മ പ്രവർത്തിക്കാനല്ല, നന്മ പ്രവർത്തിക്കുവാൻ ആ ശമരിയക്കാരനെ പോലെ നമുക്കിടയായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തന്ന അവസരം ദൈവത്തെ സേവിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനുമുള്ള അവസരമാണ്. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദാസൻ തൻ്റെ യജമാനനെ എപ്രകാരമാണ് സേവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യജമാനൻ്റെ സകല ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവനാണ് ദാസൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി, സൃഷ്ടാവിൻ്റെ ഇഷ്ടം ഞാനും നിങ്ങളും മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവനെ സേവിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, സേവിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള സന്ദർഭമാണ്. ഇന്ന് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ നീതിക്ക് നിരക്കാത്ത വിധത്തിൽ പ്രവൃത്തിയും വാക്കുമായി മുമ്പോട്ട് കടന്നു പോകുന്ന സമൂഹത്തെ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. അനേക കൽപ്പനകൾ പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിൽ 10 കൽപ്പനകളുണ്ട്. അതിൻ്റെ എല്ലാം സംഗ്രഹമായിട്ട് 2 കൽപ്പനയിൽ ഒതുക്കി നിർത്തി. ഒന്ന്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 2, നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനയിൽ പഴയ നിയമത്തിലെ സകല കൽപ്പനകളും സംഗ്രഹിച്ച് 2 കൽപ്പനകളായി ചുരുക്കിയിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അനേക കൽപ്പനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഇന്നത്തെ സമൂഹമാട്ടെ അയൽക്കാരനെ ശത്രുത മനോഭാവത്തോടെ കാണുന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് രാവിലത്തെ അസംബ്ലിയിൽ ഒരു പ്രതിജ്ഞയുണ്ട്. കൈ മുന്നോട്ട് ചുരുട്ടിപ്പിടിച്ച് നീട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രതിജ്ഞയെടുക്കും, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലുള്ള സകല മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, നാം എടുത്ത പ്രതിജ്ഞയാണ്. എന്നാൽ ഇന്ന് അന്യ സംസ്ഥാനക്കാർ, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവർ നമ്മുടെ സമീപത്ത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുമ്പോൾ അവരെ നമുക്ക് സഹോദരനും സഹോദരിയുമായി കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്രകാരം അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, ദൈവം തന്ന സ്നേഹം പങ്കുവയ്ക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൻ്റെ കൽപ്പന മാനിക്കുന്നവനാണ് അവന് സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ
വാക്കുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പ്രവൃത്തി കൊണ്ട് അവൻ്റെ കൽപ്പനയെ തിരസ്കരിക്കുകയും ചെയ്യുന്നവരാണ് ഓരോ മനുഷ്യരും. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കട്ടെ, ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനുള്ള അവസരമാണ് ജീവിതമെന്ന് ദൈവത്തിന് വനമർപ്പിക്കുകയാണ്. വീണ്ടും കടന്നു വന്നാൽ അവിടെയും പറയുന്നുണ്ട്, നമുക്ക് രക്ഷ നേടാനുള്ള അവസരമാണ് ഈ ജീവിതം. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു നിത്യരക്ഷ അവന് ആവശ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യവും അവൻ്റെ പ്രത്യാശയും രക്ഷ നേടുക എന്നുള്ളതാണ്. രക്ഷ നേടാത്ത ഒരു മനുഷ്യനും കർത്താവ് ഒരുക്കുന്ന നിത്യസ്വർഗത്തിൽ എത്തപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അല്പായുസിൽ നിത്യമായിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ രക്ഷയെ നേടുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരണം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ടേറ്റു പറയുമ്പോൾ അവൻ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വനമോർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ഈ ആയുസ്, ഈ ജീവിതം നമുക്ക് രക്ഷ നേടാനുള്ള അവസരമാണെന്ന് ദൈവത്തിൻ്റെ വനമോർപ്പിക്കുകയാണ്. വീണ്ടും കീഴോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന് ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഈ ഭൂമുഖത്ത് വർദ്ധിച്ചു വരുവിനെന്നാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവസരം തലമുറയെ വാർത്തെടുക്കുവാനുള്ള, തലമുറയെ നേടാനുള്ള അവസരങ്ങളാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ആത്മാക്കളെ നേടാനുള്ള അവസരങ്ങളാണ്. ഓരോ ദൈവ പൈതലും ഓരോ വ്യക്തിയും ഒരാളെയെങ്കിലും ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ ഓർപ്പിച്ചുമ്പോട്ട് കടന്നു പോകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം കടന്നുപോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇതാണ് ആത്മാക്കളെ നേടുക എന്നുള്ളത്. ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിൽ ജീവിച്ച് പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിച്ച് ഈ സത്യദൈവത്തെ അറിയാതെ മുമ്പോട്ട് കടന്നു പോകുന്ന സകല മനുഷ്യരും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പെട്ടുപോകുമെന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ അവർ രക്ഷപ്പെടുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരവും അനേക ജീവിതങ്ങളെ രക്ഷയിലേക്ക് നേടുവാനുള്ള സന്ദർഭവുമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന് വ്യക്തമായി ഓരോ മനുഷ്യരും ഓർത്തിരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വന്നാൽ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ദൈവം നമുക്ക് തരുന്ന അല്പ ജീവിതം അത് അവസരമാണ്. നമ്മുടെ ജീവിതം നന്മ ചെയ്യുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും രക്ഷ നേടാനും തലമുറയെ വാർത്തെടുക്കുവാനും ആത്മാക്കളെ നേടുവാനുമുള്ള അവസരങ്ങളായി വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന് ദൈവവചനം വ്യക്തമായി ശക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ജീവിതം നിസ്സാരമായി കാണുവാൻ ഒരിക്കലും ഇടയായി തീരരുത്. ദൈവം തന്ന വലിയ ഭാഗ്യ പദവിയാണ് ഈ ജീവിതമെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു വരട്ടെ. ജീവിതം എന്ന് പറയുന്നത് അതൊരു മത്സരക്കളരിയാണ്. മനുഷ്യ ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തോട് ബന്ധപ്പെടുത്തിയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന്
ദൈവത്തിൻ്റെ വചനം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഓട്ടക്കളത്തിൽ, ഈ മത്സരത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അനേകർ ഈ ഓട്ടക്കളത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താതെ പിന്മാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം വീട് കിടക്കുന്നവരെയും നശിച്ചവരെയും നോക്കി നിൽക്കുകയാണ് ഈ ഭൂമുഖത്ത്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതം അപ്രകാരം നോക്കി നിന്ന് സമയം പാഴെ കണ്ടതല്ല. ജയിച്ചവനെ നോക്കി. ആരാണ് ജയിച്ചവൻ? ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് ഈ ലോകത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ. അവനെ നോക്കി ഓടിയാൽ ഈ ഓട്ടക്കളത്തിൽ, ഓട്ട മത്സരത്തിൽ എനിക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. മാത്രമല്ല, വിജയിച്ചു കടന്നു ചെല്ലുമ്പോൾ അവൻ നമ്മുടെ ശിരസിന്മേൽ അവൻ കിരീടമണിയിച്ച് നമ്മെ സ്വീകരിക്കുമെന്ന് വചനം ഓർപ്പിക്കുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഈ മത്സരം ആരെയും തോൽപ്പിക്കാനല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തി ഓടുവാൻ നമുക്കിടയായി തീരണം. ആരെയും തോൽപ്പിക്കാനല്ല, എന്നാൽ എനിക്ക് മുന്നേറണം, എനിക്ക് മുന്നേറണം. ഞാൻ ഓടി ഞാൻ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തും എന്നുള്ള ചിന്തയോടെ ഈ മത്സര കളരിയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. ഇത് ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ ഓട്ട മത്സരത്തിൽ ഒരുക്കിയിരിക്കുന്ന സിന്തറ്റിക് ട്രാക്കുകളില്ല, മിനുസമായിരിക്കുന്ന തറകളില്ല, ഇടുക്കവും ഞെരുക്കവുമുള്ള ട്രാക്കുകൾ മാത്രമാണ്. കല്ലും മുള്ളും നിറഞ്ഞ ട്രാക്കുകളാണ്, വീതി കുറഞ്ഞ ട്രാക്കുകളാണ്. ഞാൻ പറയട്ടെ, അല്പം അശ്രദ്ധ കടന്നു വന്നാൽ ട്രാക്ക് തെറ്റുവാൻ ഇടയായിത്തീരും. അല്പം അശ്രദ്ധ ജീവിതത്തിൽ കടന്നു വന്നാൽ പ്രിയമുള്ളവരെ കല്ലിൽ തട്ടി വീഴുവാൻ ഇടയായിത്തീരും. കാലിൽ മുള്ളും പറക്കാരെയും കൊള്ളുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ജീവിതം സിന്തറ്റിക് ട്രാക്കല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മുള്ളും പറക്കാരെയും കല്ലും ഞെരിഞ്ഞ് പ്രിയമുള്ളവർ ഉള്ള പാതയാണ്. ആ പാതയിൽ കൂടെയാണ് ഞാനും നിങ്ങളും മത്സരിച്ചോടേണ്ടത്. പരാജയപ്പെടാൻ അല്പം അലസത മതി. ആരാധനയിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി നമ്മുടെ ജീവിതത്തെ നാം തന്നെ നശിപ്പിക്കുമെന്ന്. അപ്രകാരം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടേണ്ട ജീവിതമല്ല നമ്മുടേത്. ശ്രദ്ധയോടെ ഓടി, ട്രാക്കിൽ കൂടെ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമുക്കിടയായി തീർന്നാൽ നമ്മെ സ്വീകരിക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മെ സ്വീകരിച്ചിരിക്കുമ്പോൾ പിതാവ് പരിശുദ്ധ റൂഹ ശുശ്രൂഷിക്കുകയും പിതാവാൻ ദൈവം നമ്മുടെ ശിരസിൽ കിരീടം വെച്ച് നമ്മെ ആദരിക്കുകയും ചെയ്യുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം മത്സരക്കളരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരെയും പരാജയപ്പെടുത്താനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും പിന്തള്ളാനല്ല, എല്ലാവരെയും കൂടി പ്രിയമുള്ളവരെ കൂട്ടി ഒരുമിച്ചോടി ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് 2 പോയിന്റ് ഇവിടെ ഞാൻ പറഞ്ഞു. ഒന്ന്, ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്ന അവസരമാണ്. ഏതെല്ലാം കാര്യത്തിനാണ് ഈ അവസരം ഉപയോഗിക്കേണ്ടതെന്ന് ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാമതായി നാം ചിന്തിച്ചത് ജീവിതം ഒരോട്ടക്കളമാണെന്നാണ്. 3, ജീവിതം ദൈവം നമുക്ക് തന്ന ഒരു ചുമതലയാണ്. ചുമതല നിറവേറ്റപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിക്കും ആ മനുഷ്യൻ്റെ സ്ഥാനം കൊണ്ട് ഒരർത്ഥവുമില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഭാഷ എങ്ങനെയാണ്? ജനിപ്പിച്ചതുകൊണ്ട് അപ്പനാകത്തില്ല, പ്രസവിച്ചതുകൊണ്ട് അമ്മയും ആകത്തില്ല, ഒരേ ഉദരത്തിൽ പിറന്നതുകൊണ്ട് സഹോദരന്മാരുമാകുന്നില്ല. അവരവരുടെ ഉത്തരവാദിത്വം വ്യക്തമായി കൃത്യമായി
നിറവേറ്റപ്പെടുമ്പോഴാണ് ഈ സ്ഥാനങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വം? ഞാനൊരപ്പനാണ്. അപ്പനെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അപ്പനുണ്ട്. മക്കളെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം അപ്പനുണ്ട്. അപ്പനായിരിക്കുമ്പോൾ ഭാര്യയുണ്ടല്ലോ. ഭാര്യയെ സ്നേഹിക്കുവാനും ഭാര്യയെ കരുതുവാനും ഒരു ഭർത്താവാണെങ്കിൽ സാധിക്കണം. താലി കെട്ടിയതുകൊണ്ട് ഭാര്യയാകത്തില്ല, ഭർത്താവും ആകത്തില്ല. അവനവൻ്റെ ഉത്തരവാദിത്വം വ്യക്തമായി നിറവേറ്റണം. ഞാനൊരു അയൽക്കാരനാണ്. അയൽക്കാരനെ ശത്രുതാ മനോഭാവത്തോടെ അല്ല കാണേണ്ടത്. അത് ഞാൻ ആദ്യമേ ഉദ്ധരിച്ചതാണ്. ശത്രുവിനെ സ്നേഹിക്കുവാൻ, മിത്രമായി കാണുവാൻ, അയൽവക്കക്കാരനെ കരുതുവാൻ, നിന്നെപ്പോലെ സ്നേഹിക്കുവാൻ നമുക്കിടയായി തീരണം. ഞാനൊരു അയൽവക്കക്കാരനാണ്. ഇത് പലപ്പോഴും അവൻ്റെ ജീവിതത്തിൽ മറന്നു പോവുകയാണ്. അവൻ ആരെന്ന് ചിന്തിക്കാതെ മനുഷ്യൻ മുമ്പോട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വമുള്ളപ്പോൾ പല റോളും നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യാനുണ്ട്. ഒരു അധ്യാപകനായിരിക്കട്ടെ, ഒരു വിദ്യാർത്ഥിയായിരിക്കട്ടെ, ഒരു ഉദ്യോഗസ്ഥനായിരിക്കട്ടെ, അവർക്കും അവരുടേതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, അവനവൻ്റെ ഉത്തരവാദിത്വ ബോധമാണ് ഒരുവനെ ശ്രേഷ്ഠനാക്കുന്നത്. ഉത്തരവാദിത്വം മറന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും ഒരു മേഖലകളിലും അവന് ശ്രേഷ്ഠനായി തീരുവാൻ അവനെ കൊണ്ട് സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു അപ്പനാണ്, ഞാനൊരു അയൽക്കാരനാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു സഹോദരനാണ്, ഞാനൊരു സഹോദരിയാണ്. ആയിരിക്കുന്ന സ്ഥാനത്ത് അവനവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടേണ്ട സമയമാണ് ജീവിതമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ഉത്തരവാദിത്വം മറന്ന് ആരും പ്രവർത്തിച്ചു പോകരുത്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന അനേക ഉത്തരവാദിത്വങ്ങളുണ്ട്. നീ ആരാണെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഉത്തരവാദിത്വം വ്യക്തമായി നിറവേറ്റപ്പെടുവാൻ അവനെ കൊണ്ട് സാധ്യമായി തീരത്തുള്ളൂ. അപ്പോൾ ജീവിതം പറഞ്ഞല്ലോ, അതൊരു ചുമതലയാണ്. ചുമതലകൾ വ്യക്തമായി കൃത്യമായി നിറവേറ്റപ്പെടേണ്ട സ്ഥലത്തെ സാഹചര്യത്തിൽ അത് ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും ശ്രേഷ്ഠൻ എന്ന പദവിയിലേക്ക് എത്തപ്പെടുവാൻ അത് മുഖാന്തരമായി തീരും. അവസാനത്തെ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതം ഹ്രസ്വമാണ്, അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെയാണ് ജീവിതം. പുരപ്പുറത്തെ പുല്ലുപോലെയാണ് ജീവിതം. 4 വിരൽ നീളമാക്കിയിരിക്കുകയാണ് ജീവിതം. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ജീവിതമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ചുരുങ്ങിയ ജീവിതം അത് ഒരുങ്ങുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം, പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം തന്നെ ഓർപ്പിക്കുന്നു, വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമല്ല നിന്റെ ജീവിതം. ആത്മാക്കളെ നേടി, ഉത്തരവാദിത്വം നിറവേറ്റി, ചുമതലകൾ വ്യക്തമായി നിറവേറ്റി, തന്ന അവസരങ്ങൾ വ്യക്തമായി പ്രയോജനപ്പെടുത്തി. നീ അധിക നാൾ ഈ ഭൂമുഖത്ത് എനിക്കില്ലല്ലോ, എൻ്റെ ജീവിതം 4 വിരൽ നീളം മാത്രം, ചാഞ്ഞു പോകുന്ന നിഴലിന് തുല്യമാണ്. അല്പായുസുള്ളവനാണ് മനുഷ്യൻ. ഇത് മനസ്സിലാക്കി അവൻ ഒരുങ്ങിയിരിക്കാൻ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ഒരു ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അവസാനമായി, ഒരുങ്ങാത്ത ഒരു ജീവിതവും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അവൻ മധ്യാകാശത്ത് ഇറങ്ങി വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ ഞാനും നിങ്ങളും ചിറക് മുളച്ച് പറന്ന് അവൻ്റെ അടുക്കലെത്തണമെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരുക്കമുള്ളവനായിരിക്കണം. ഇന്നോർക്കുക, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം
1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. അപ്പോൾ ദൈവം നമുക്ക് ഈ തന്നിരിക്കുന്ന ആയുസ് അവന് വേണ്ടി ഒരുങ്ങുവാൻ, അവനെ എതിരേൽക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിനായി ഒരുങ്ങി ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. സുപ്രസിദ്ധരായിരിക്കുന്ന C.T. സ്റ്റഡ് ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചല്ലോ: ജസ്റ്റ് വൺ ലൈഫ് സൂൺ ബി പാസ്റ്റ്. ജസ്റ്റ് വൺ ലൈഫ് സൂൺ ബി പാസ്റ്റ്. ഒരേ ഒരു ജീവിതം, അത് പാഴാക്കരുത്. ദൈവം തന്ന അവസരമാണ്. സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവം തന്ന അവസരമാണ് ജീവിതം. 2, ഇതൊരു മത്സരക്കളരിയാണ്. ഒറ്റ മത്സരത്തോട് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ആരെയും പരാജയപ്പെടുത്താനല്ല, പലരെയും ഒരുമിച്ച് നിർത്തി ഓടി ലക്ഷ്യത്തിലെത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയായിത്തീരും. ഓടേണ്ട പാതയെക്കുറിച്ച് ഞാൻ ആദ്യം അല്പമായി സൂചിപ്പിച്ചു. കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്, ഇടുക്കമുള്ള ട്രാക്കാണ്, സിന്തറ്റിക് ട്രാക്ക് അല്ലെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ജീവിതം വളരെ ശ്രദ്ധയോടെ ദൈവം തന്ന അവസരങ്ങൾ വ്യക്തമായി അത് വിനിയോഗിച്ച് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തിനുടമയായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. ജീവിതം എന്ത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എങ്ങനെയാണെന്ന് ആയിരിക്കണമെന്ന് ചിന്തിച്ച് അതനുസരിച്ച് മുന്നേറുന്നതിന് മാത്രമേ നിത്യതയുടെ തുറമുഖത്ത് എത്തപ്പെടുവാൻ സാധ്യമായി തീരത്തുള്ളൂ. അങ്ങനെയുള്ളവൻ അവസാനം പറഞ്ഞ പോയിന്റ് പോലെ അവൻ ഒരുക്കമുള്ളവരായിരിക്കും. ആകാശത്തിലേക്ക് പ്രിയമുള്ളവരെടുക്കപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ സാക്ഷ്യം ഞാൻ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശം നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു വീണ്ടും വരും. അവനെ എതിരേൽപ്പാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഒരുക്കമുള്ളവരായി ജീവിക്കണമെന്ന് മാത്രം ഓർപ്പിച്ച് ഈ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ. ഈ ജീവിതം നിത്യതയ്ക്കുള്ള ഒരുക്കമായി മാറട്ടെ എന്നും പ്രാർത്ഥിച്ചും ആശംസിച്ചും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ കേട്ട് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട കുര്യാക്കോസ് ബ്രദറിലൂടെ നമ്മെ ദൈവം കേൾപ്പിച്ച മനോഹരമായ ദൂതനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കർത്താവെ, കരുണ തോന്നണമേ, ആ മകനെ അളവില്ലാതെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു: ശാന്തനും വിനീതനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനിലല്ലാതെ മറ്റാരിൽ ഞാൻ കടാക്ഷിച്ച് വസിക്കും. ശാന്തനും വിനീതനും ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനിലാണ് ദൈവം കടാക്ഷിച്ച് വസിക്കുന്നത്. ദൈവമക്കളെ, ഇന്നത്തെ വചന കേൾവിയിലൂടെ ഇതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം മക്കൾ ഇന്നത്തെ വചനം കേട്ട് ഈ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്നത്തെ തിരുവചനാക്കി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അന്ന ഷാജു എന്ന മകളാണ്. ആ മകൾ വിദേശത്ത് പഠിക്കുന്നു. അവൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥന സ്വതത്തിൽ ദൈവം കേട്ട് ആ മകളെ അനുഗ്രഹിച്ചു. ഇനി അത് ദൈവകൃപയിൽ ആ കുഞ്ഞ് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുകയും വീണ്ടും നല്ല ഒരു ജോലി ലഭിക്കാൻ വേണ്ടി, പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനും തക്ക തുണയെ ലഭിക്കാൻ വേണ്ടി നമുക്ക് ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവളുടെ അനുജത്തി അനഘ പഠിക്കുന്നു. ദൈവകൃപയിൽ നിറഞ്ഞ് പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കാനും നമ്മളുടെ ഭാവി ജീവിതം ദൈവകരങ്ങളിലായിരിക്കാനും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, ഈ മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ സാക്ഷ്യമുള്ള ദൈവാനുഭവമുള്ള ജീവിതം നയിക്കാനായി ദൈവമേ കരുണ ചൊരിയണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മാസം 29, 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ നമ്മുടെ സുവിശേഷ മഹായോഗമാണ്. 19ാമത്തെ സുവിശേഷ മഹായോഗം ശ്രേഷ്ഠ ബാവ തിരുമേനി ഇല്ലാത്ത ഒരു സുവിശേഷ യോഗമാണ്. എന്നാൽ ശ്രേഷ്ഠ ബാവ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അഭിനന്ദ മാത്യൂസ് മാർ അപ്രേം തിരുമനസിൻ്റെ നേതൃത്വത്തിലുള്ള
ആദ്യത്തെ സുവിശേഷ മഹായോഗം ധാരാളം മക്കൾ കടന്നു വന്ന് വചനം കേട്ട് ആത്മാവിൽ ആനന്ദിക്കാൻ ഇടയായി തീരേണ്ടതിന് നമുക്ക് സമർപ്പിക്കാം. വചനം പറയുന്നവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ വചനം പറയാൻ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അനേകം ആത്മാക്കൾ സ്വർഗത്തിലെത്തുന്ന ശുശ്രൂഷയായി തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഫെബ്രുവരി 5-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനമാണ്. ദൈവമക്കളെ, അനേകം കുടുംബങ്ങൾ ഇവിടെ വന്ന് ശുദ്ധീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ദാമ്പത്യ ജീവിതം തകർന്നവർ, അവരെല്ലാം തമ്മിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് തരികയാണ്. ധാരാളം മക്കൾ കടന്നു വരട്ടെ. അതുപോലെ ശനിയാഴ്ച ധ്യാനം, ഓൺലൈനിലൂടെയുള്ള ധ്യാനങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എല്ലാം പരിശുദ്ധാത്മാവ് മാത്രം നയിക്കാനായി എളിമയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.